ഹലോ, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുൾ സർക്കുലർ സ്കേർട്ട് കട്ട് ചെയ്യണതിൻ്റെയും സ്റ്റിച്ച് ചെയ്യണതിൻ്റെയും വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോണ മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊരു ബ്രൊക്കേഡ് സ്കേർട്ടാണ്, അതായത് നമ്മൾ ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കേർട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഒരു അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബ്രൊക്കേഡ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്, ബ്രൊക്കേഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാദ്യം പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു 4 ലെയറായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ സർക്കുലർ സ്കേർട്ട് അടിക്കൽ ഹാഫ് സർക്കുലർ, ഫുൾ സർക്കുലറിലൊക്കെയാണ്. ഇതൊരു ഫുൾ സർക്കുലർ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 നീളത്തിനനുസരിച്ച് ഉള്ള 4 ലെയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 4 ക്ലോത്ത്, 4 ഒരേ ലെങ്ത്തുള്ള അത് ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 ലെയറുണ്ട്. ഇതിപ്പോൾ 4 ലെയറുണ്ട് ആ ഒരു നീളത്തിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ നമ്മൾ സ്കേർട്ട് ഇടാനുള്ള ഭാഗം, അതായത് അരൻ്റെ ആ ഭാഗം അളവെടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതായത് അതൊരു സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ നീളത്തിനനുസരിച്ച് ഇതേപോലെ നമ്മളൊന്ന് അംബർല കട്ട് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൽ ഫുൾ സർക്കുലറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു അര ഭാഗത്ത് വെക്കാനുള്ള പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ കട്ട് ചെയ്തത് ഒരു ബയസ് പീസ് തന്നെയായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ശരിയായി വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ സാധാരണ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 2 പോർഷനും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് അരവണ്ണം ചെയ്തത് ആദ്യം നമ്മൾ രണ്ടും കൂടി നല്ല ഭാഗങ്ങൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഒരുമിച്ച് 2 സൈഡും ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ പിന്നെ അരവണ്ണത്തിന് എലാസ്റ്റിക് അല്ലെങ്കിൽ കയറ് എലാസ്റ്റിക് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് സിബ് വെച്ചിട്ട് നമ്മൾ കൊളുത്താണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ലൈനിങ് അല്ല, ഈ ഒരു അരവണ്ണത്തിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കവർ ചെയ്ത് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മളൊരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അരവണ്ണത്തിന് വെച്ച പീസ് ഞാൻ ബയസ് പീസിലാണ് കട്ട് ചെയ്തത്. അതിൽ സ്ട്രൈറ്റ് അല്ല, അതായത് ഒരു 45 ഡിഗ്രീസ് ആ ഒരു ആംഗിളിലാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വെച്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊരു അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരവണ്ണത്തിന് വെക്കാനുള്ള ഭാഗവും നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് അത് യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ അരവണ്ണത്തിൻ്റെ ആ ഒരു പോർഷന് വെക്കാനുള്ള ആ ഒരു പീസ് നമ്മൾ സ്കേർട്ടുമായി അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനാണ് നമ്മൾ സ്കേർട്ടിൻ്റെ സെൻറ്റർ പോർഷനും ഈ വെക്കാനുള്ള പീസിൻ്റെ സെൻറ്റർ പോർഷനും കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് അത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരവണ്ണത്തിൻ്റെ പോർഷന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുകയാണ്. ലൈനിങ് നമ്മൾ ഉള്ളത്തെ സീംസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു പോർഷൻ്റെ ഫ്രണ്ടിൽ നിന്നും ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അരവണ്ണത്തിൻ്റെ പോർഷൻസിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈനിങ് വെക്കുകയാണ്. അതിൽ ലൈനിങ് വെക്കുമ്പോൾ നേരത്തെ ബ്രൊക്കേഡ് സ്റ്റിച്ച് ചെയ്ത മാതിരി തന്നെ 2 പോർഷനും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന്
യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ലൈനിങ് നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് സ്റ്റിച്ചസ് ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും കൂടി ജോയിൻ ചെയ്ത ആ ഒരു പോർഷൻ, അതായത് അതിൻ്റെ സെൻറ്റർ പാർട്ട് ഈ ബ്രൊക്കേഡ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്റർ പാർട്ടുമായിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സ്റ്റിച്ചസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ സ്ട്രാപ്പ്, അതായത് അരവണ്ണത്തിൻ്റെ ഉള്ള ആ ഒരു സ്ട്രാപ്പ് വെച്ചത്. അപ്പോൾ ഇനി നമ്മൾ ആ ലൈനിങ് ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ്. ലൈനിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് പുറമേക്ക് ആ സ്ട്രാപ്പ് വെച്ചതിൻ്റെ അത് സ്റ്റിച്ചൊന്നും കാണുന്നില്ല. അതിങ്ങനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലൈനിങ്ങിന് ആണെങ്കിൽ ഒരു ലെയർ കൂടി, ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇനി നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന് മുമ്പായിട്ട് ആ സ്ട്രാപ്പിൻ്റെ ബെൽറ്റ് സ്ട്രാപ്പിൻ്റെ സൈഡിലൊന്ന് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്കേർട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സൈഡൊന്ന് ഒരു ചെറിയ പോർഷൻസ് ഫാസ്റ്റനർ യൂസ് ചെയ്യാനുള്ള ഒരു പോർഷന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് സിബ് വെക്കാനുള്ള പോർഷന്. അപ്പോൾ രണ്ട് സൈഡും അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിബ് വെക്കാനുള്ള പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഒന്ന് ബ്രൊക്കേഡ് തമ്മിൽ ജോയിൻ ചെയ്യണം. അതായത് നമ്മൾ സൈഡ് സ്റ്റിച്ച്, അതിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ബ്രൊക്കേഡിൻ്റെ ക്ലോത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്യും, അതിന് ശേഷം പിന്നെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത്. അപ്പോൾ ആദ്യം ബ്രൊക്കേഡിൻ്റെ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്രൊക്കേഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആ ലൈനിങ് കൂടെ ഒന്ന് അതേപോലെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സിബൊന്ന് അറ്റാച്ച് ചെയ്യാം. അതിൽ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യേണ്ടത് ഒരു ഫൂട്ടുണ്ട്, അതായത് വൺ സൈഡ് ഫുട്ട്, അത് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.